ചിലപ്പോഴൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അതിൽ കുറച്ച് പരിഭവവും പരാതികളും ക്ഷമാപണവും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒരാൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വയ്യാഴികയാണ്. പനിയൊക്കെ 2 ദിവസം കൊണ്ട് മാറിയെങ്കിലും ചെറിയൊരു തുമ്മലും ചീറ്റലും ക്ഷീണമൊക്കെ ഇപ്പോഴും ഉണ്ട്. ആദ്യത്തെ 2 ദിവസം ഞാൻ കൂട്ടിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഷിഫ്റ്റുകളൊന്നും മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ സങ്കടത്തോടെ ബാഗും പെറുക്കി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. വീട്ടിലെ കാര്യം പോലെ തന്നെ ജോലിക്കാരും ഇമ്പോർട്ടന്റ് ആണല്ലോ. ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആള് പറയാ ചോറും ഇച്ചിരി മീൻകറി മതിയെന്ന്. കോട്ടയംകാർക്ക് പിന്നെ മോരുകറിയോടുള്ള ഇഷ്ടം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് കറി ഉണ്ടാക്കിയാലും സൈഡിൽ ഒരു മോരുകറിയും കൂടെ വേണം. അവർ വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ മോരുകറിയാണ് കഴിക്കുന്നതെന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നല്ല നീളൻ അച്ചിങ്ങ കാണുമ്പോഴൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. വെളിച്ചെണ്ണയിലൊരു മെഴുക്ക് വരട്ടി വെച്ചാൽ ഇവിടെ 2 പേർക്കും ഇഷ്ടം. ഇന്ന് സാധാരണ മോരുകറിയല്ല, വെള്ളരിക്ക കഷ്ണങ്ങൾ വേവിച്ചതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും കൊച്ചുള്ളിയും ചേർത്ത അരപ്പും നല്ല തൈരും ചേർത്ത് കടുക് മുതിരയും താളിച്ചൊഴിച്ച അസ്സല് മോരുകറി. കൂടെ അല്പം തൈരൊക്കെ ചേർത്ത് നല്ലൊരു അവിയലും കൂടെ ആക്കിയിട്ടുണ്ട്. നല്ല ചതച്ച മുളകും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത അച്ചിങ്ങ മെഴുക്ക് വരട്ടി അടിപൊളിയായിരിക്കും. അങ്ങനെ ചോറും ഒഴിച്ചു കൂട്ടാനായിട്ട് വെള്ളരിക്കയുടെ മോരുകറിയും അച്ചിങ്ങ മെഴുക്ക് വരട്ടിയും കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ല മുളകിട്ട മീൻ കറിയും ഇച്ചിരി കുഴഞ്ഞു പോയ അവിയലും അച്ചാറും ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ലൊരു ഊണ്. കഴിക്കാം.